അല്ല ഗൈസ്, അങ്ങനെ 10 ദിവസങ്ങൾ കൊണ്ട് തന്നെ 100 കോടി ക്ലബ്ബിൽ ഇടം പിടിച്ചിരിക്കുകയാണ് സർവ്വമായ. നിവിൻ പോളി നിവിൻ പോളിക്ക് എന്താണ് പറ്റിയത്? മൂപ്പരെ കാണാനില്ലല്ലോ, മൂപ്പര് സിനിമയിൽ നിന്ന് ഔട്ടായോ എന്നൊക്കെ പറഞ്ഞുള്ള കുറേ ചർച്ചകളൊക്കെ ഇങ്ങനെ നടക്കുന്നുണ്ടായിരുന്നു സോഷ്യൽ മീഡിയയിലല്ലേ. അപ്പോൾ അതിനൊക്കെ കട്ട് ചെയ്തുകൊണ്ടാണ് നിവിൻ പോളിയുടെ വരവ്. അഖിൽ സത്യൻ എന്ന സംവിധായകൻ്റെ രണ്ടാമത്തെ പടമായിട്ടാണ് സർവ്വമായ എന്ന സിനിമയിലെ. നമുക്കറിയാവുന്ന സത്യൻ അന്തിക്കാട് ശ്രീനിവാസനും തമ്മിലുള്ള ഒരു കണക്ഷൻ, അവരുടെ ആ ഒരു ഒരുമിച്ചുള്ള ഒരു ടീമിൽ നിന്ന് ഗംഭീര സിനിമകൾ നമ്മൾ ഇന്നും, ഇപ്പോൾ മലയാള സിനിമ ഉള്ളിടത്തോളം കാലം നമ്മൾ എപ്പോഴും ഓർത്തിരിക്കുന്ന ഒരുപാട് സിനിമകൾക്ക് രൂപം കൊടുത്ത ആളുകളാണ് ശ്രീനിവാസനും സത്യൻ അന്തിക്കാടും. അപ്പോൾ അതേ സത്യൻ അന്തിക്കാടിൻ്റെ മകനാണ് അഖിൽ സത്യൻ. അപ്പോൾ എന്തായാലും ഒരു കാര്യം ഉറപ്പാണ് കേസ്, വളരെ എന്താ പറയുക, ആളുകൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന വളരെ സിമ്പിളായിട്ടുള്ള രീതിയിൽ റെൻഡർ ചെയ്തിട്ടുള്ള ഒരു സിനിമ. ഇത് ആളുകൾക്ക് പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റി എന്ന് തന്നെയാണ് സർവ്വമായ എന്ന സിനിമയുടെ സക്സസ് ആയിട്ട് എനിക്ക് തോന്നുന്നു കേസ്. ഇപ്പോൾ പല സിനിമകളും എമ്പുരാൻ അടക്കമുള്ള സിനിമകൾ 100 കോടി 200 കോടി ക്ലബ്ബ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞിട്ടും അത് പലതും ആ കണക്കുകളൊക്കെ വ്യാജമായിരുന്നു നമ്മൾ പിന്നീട് പലതും മനസ്സിലാക്കിയതാണ്. അപ്പോൾ ഇവിടെ എന്താ വെച്ചാൽ 100 കോടി 200 കോടി 500 കോടി 1000 കോടി എന്നൊക്കെ പറഞ്ഞിട്ട് ഈ കോടിയുടെ കണക്കിൻ്റെ ഒരു ബലമൊന്നും ഇല്ലാണ്ട്, അല്ലെങ്കിൽ ഇത് വലിയ വിജയമായിരിക്കും എന്നുള്ള നേരത്തെ കൂട്ടിയിട്ടുള്ള ഒരു 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 എന്താ പറയുക, അതൊന്നും ഇല്ലാണ്ട് ഇറങ്ങിയിട്ടുള്ള, വലിയ ബഹളമൊന്നും ഇല്ലാണ്ട് ഇറങ്ങിയിട്ടുള്ള സിനിമയാണ് സർവ്വമായ. നമുക്കറിയാവുന്ന ബബ്ബ എന്നുള്ള മൂവി, അത് ബോക്സ് ഓഫീസ് ഹിറ്റായിരിക്കും, ചരിത്രമായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ രീതിയിലൊക്കെ വലിയ രീതിയിൽ ഹൈപ്പ് കൊടുത്തിട്ട് ഇറങ്ങിയ ഒരു സിനിമയായിരുന്നു. അപ്പോൾ ഏകദേശം അതേ ടൈമിൽ ഇറങ്ങിയുള്ള സർവ്വമായ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റായ ഒരു സംഭവമായിരുന്നു, ഒരു ഹൈപ്പും ഇല്ലാണ്ട് ഇറങ്ങിയിട്ടുള്ള ഒരു മൂവി. എന്നിട്ട് 10 ദിവസം കൊണ്ട് 100 കോടി ക്ലബ്ബിൽ കയറുക എന്ന് പറഞ്ഞാൽ ചില്ലറ കളിയല്ല ഗൈസ്. ഇപ്പോൾ നിവിൻ പോളി വെയിറ്റ് വല്ലാണ്ട് കൂടി വരുന്നു, നിവിൻ പോളി അച്ചടക്കമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ചില ആളുകളൊക്കെ ഇങ്ങനെ യൂട്യൂബിൽ ഇങ്ങനെ വീഡിയോസ് ചെയ്യുന്നത് കണ്ട് ഗൈസ്. അപ്പോൾ നിവിൻ പോളിക്ക് എന്ത് അച്ചടക്കമാണ് ഇല്ലാത്തതെന്ന് എനിക്ക് മനസ്സിലായില്ല. അപ്പോൾ മറുനാട മലയാളിയിലൊക്കെ പറയുന്നൊരു സംഗതിയുണ്ട്, നിവിൻ പോളി അച്ചടക്കമില്ലാണ്ട്, ഭാരം ശ്രദ്ധിക്കാണ്ട്, സെൽഫ് കെയർ ചെയ്യാണ്ട് സിനിമയിൽ നിന്ന് ഇങ്ങനെ മാറി നിൽക്കണ ഒരു അവസ്ഥ മൂപ്പരായിട്ട് തന്നെ ഉണ്ടാക്കിയെടുത്തു. നിവിൻ പോളിയുടെ സ്വതസിദ്ധമായിട്ടുള്ള ആ അഭിനയമൊന്നും എന്താ പറയുക, വേണ്ട രീതിയിൽ എത്തിക്കാൻ പറ്റില്ല എന്ന് പല ഡയറക്ടർമാർക്കും തോന്നി. നിവിൻ പോളിക്ക് കിട്ടേണ്ട അവസരങ്ങളാണ് ടോവിനോന് കിട്ടിയത് എന്നൊക്കെ പറഞ്ഞിട്ടൊരു സംഗതി. നിവിൻ പോളിയുടെ അത്ര പോലും കഴിവില്ലാത്ത ആളാണ് ടോവിനോ, എന്നിട്ടും ടോവിനോ അടിപൊളിയായിട്ട് മിന്നിക്കേറി വന്ന ആളാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. എനിക്ക് ഈ ഒരു പോയിന്റിൽ ഒരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, എൻ്റെ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഒപ്പീനിയൻ ഉള്ളത് എന്താ വെച്ചാൽ, നമ്മൾ എന്തിനാണ് രണ്ട് ആളുകളെ വെച്ച് ഇങ്ങനെ കമ്പയർ ചെയ്യുന്നത് എനിക്ക് ഇപ്പോഴും മനസ്സിലാവുള്ള കേസ്. ഇപ്പോൾ ഒരാളുടെ സിനിമ അടിപൊളിയായി, ആ സംവിധായകൻ, അതിൽ ആ സിനിമയിൽ അഭിനയിച്ച ആളുകൾ, ആ സിനിമയുടെ ടോട്ടൽ ക്രൂ, ആ സിനിമയുമായി ബന്ധപ്പെട്ട് ചെറുതും വലുതുമായ ജോലികൾ ചെയ്യുന്ന ഇതെല്ലാവരും കൂടി ചേർന്നിട്ടുള്ള അവരുടെ ഒരു കഠിനാധ്വാനത്തിൻ്റെ ഹാർഡ് വർക്കും സ്മാർട്ട് വർക്കും കൂടി ചേർന്നിട്ടുള്ള അവരൊരു ആത്മാർത്ഥതയുടെ റിസൾട്ടാണ് ഒരു സിനിമയുടെ വിജയം എന്ന് പറയുന്നത്. അത് എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, നമ്മൾ മുതൽ മുടക്കിൽ, വലിയൊരു മുതൽ മുടക്കിൽ അല്ലെങ്കിൽ ചെറുതോ വലുതായിട്ടുള്ളൊരു മുതൽ മുടക്കിൽ ഇറങ്ങുന്ന ഒരു സിനിമ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ആ സിനിമ ഹിറ്റാവുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ലാഭം കിട്ടുക എന്ന് പറയുന്ന ആ ഒരു പ്രൊഡ്യൂസറിൻ്റെയും അതിൽ അഭിനയിക്കുന്ന ആളുകളുടെയും എല്ലാവരുടെയും ഒരു ആവശ്യം തന്നെയായിരിക്കും, അല്ലെ, ആഗ്രഹം തന്നെയായിരിക്കും. അപ്പോൾ എന്തായാലും വലിയ ഹൈപ്പൊന്നും കൊടുക്കാണ്ട് തന്നെ ഒരു ഇറങ്ങിയ സിനിമ, അതും നിവിൻ പോളിയുടെ ഒരു വലിയൊരു ഗ്യാപ്പിന് ശേഷം ഇറങ്ങിയൊരു പടം 10 ദിവസം കൊണ്ട് 100 കോടി അടിച്ചു എന്ന് പറയുന്നത് ഒരു മലയാളി എന്ന ലെവലിൽ എനിക്ക് ഒരുപാട് വാവ് എന്നുള്ളൊരു സാധനം തരുന്ന ഒരു ഫീൽ ചെയ്യുന്ന ഒരു സംഗതി തന്നെയാണ് കേസ്. അപ്പോൾ എന്തായാലും നിവിൻ പോളി എവിടെ പോയി എന്ന് ആലോചിച്ചിരുന്ന, നിവിൻ പോളി എഴുതി തള്ളിയിരുന്ന ഒരു കൂട്ടം ആളുകൾക്കിടയിലേക്ക് നിവിൻ പോളിയുടെ ബോക്സ് ഓഫീസ് ഹിറ്റ് പടം 10 ദിവസം കൊണ്ട് 100 കോടി എന്ന ലെവലിലേക്ക് എത്തിയിറക്കാണ് കേസ്. എന്തായാലും നിവിൻ പോളിയുടെ ഒരു വമ്പൻ തിരിച്ചുവരവായിട്ടാണ് ഈ ഒരു സിനിമേനെ ആളുകൾ കാണുന്നത്. വലിയ സന്തോഷം. നിവിൻ പോളിയുടെ അഭിനയത്തിൽ എടുത്തു പറയാവുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ, മൂപ്പരുടെ കൂട്ട് അജു വർഗീസ് ഉണ്ടല്ലോ, വളരെ സ്വാഭാവികമായ രീതിയിൽ അഭിനയിക്കുന്ന, നിവിൻ പോളിക്ക് നല്ല രീതിയിലൊരു കമ്പാനി കൊടുക്കുന്ന ഒരാളായിട്ടാണ് എനിക്ക് അജു വർഗീസിൻ്റെ പെർഫോമൻസ് തോന്നിയിട്ടുള്ള കേസ്. ഇപ്പോൾ നമ്മൾ ദാസനും വിജയനും എന്നൊക്കെ പറയുന്ന പോലെ, മോഹൻലാലും ശ്രീനിവാസനും എന്ന് പറയുന്ന പോലെ അജു വർഗീസും നിവിൻ പോളിയും, ഈ ഒരു സംഗതി ഉണ്ടല്ലോ, ഈ ഒരു കോംബോ ആളുകൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമുള്ള, നമ്മളെല്ലാവരും ഹൃദയത്തിലേറ്റുന്ന ഒരു കോംബോ തന്നെയാണ് ലൈസെ. അപ്പോൾ ഇവിടെ സർവ്വമായ എന്നുള്ള സിനിമയിൽ നിവിൻ പോളിയുടെ ആ ക്യാരക്ടറുമായിട്ട് ഒത്തുചേർന്ന് പോകുന്ന, അവൻ്റെ അത്രയും കമ്പാനിയനായിട്ടുള്ള ആ ഒരു സംഗതി, അവരുടെ ഹ്യൂമർ, അത് വലിയ ബഹളമൊന്നും ഇല്ലാണ്ട് വളരെ പെട്ടെന്ന് ആളുകൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ വളരെ സിമ്പിളായിട്ടുള്ള സട്ടിലായ ഹ്യൂമർ എന്ന് പറയൂലേ, ഈ സാധനം ആളുകൾക്ക് പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റി എന്നതും ഈ സിനിമയുടെ ഒരു വിജയത്തിൻ്റെ രഹസ്യമായിട്ട് എനിക്ക് തോന്നുന്നു കേസ്. എന്തായാലും നിവിൻ പോളിയുടെ അഭിനയത്തിൽ എടുത്തു പറയാവുന്ന വേറെ കാര്യം എന്ന് വെച്ചാൽ, മൂപ്പരുടേതായിട്ടുള്ള ഒരു ഐഡൻറ്റിറ്റി ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും അവരുടേതായ ഐഡൻറ്റിറ്റി ഉണ്ടായിരിക്കും. നിവിൻ പോളിയുടെ ഒരു ഐഡൻറ്റിറ്റി ആയിട്ട് എനിക്ക് തോന്നിയില്ലെന്ന് വെച്ചാൽ, മൂപ്പര് വലിയ ബഹളമൊന്നും കൂട്ടൂല,
അവൻ അവൻ്റേതായ രീതിയിൽ വളരെ എന്താ പറയുക, വളരെ സട്ടിലായ രീതിയിലാണ് മൂപ്പരെ ഡയലോഗ് ഡെലിവറിയും മൂപ്പരെ കാര്യങ്ങളും ഒരു സിനിമയിൽ ഓരോ റോളുകൾ കിട്ടുമ്പോൾ മൂപ്പരെ അഭിനയമൊക്കെ. ഇപ്പോൾ 1983 എന്നുള്ളൊരു മൂവി കണ്ടിട്ടുള്ള ആളുകൾക്ക്, നമ്മൾ കണ്ടിട്ടുള്ളതാണെങ്കിൽ നമുക്ക് മനസ്സിലാവുന്നതാണ് എത്ര സിമ്പിളായിട്ടാണ് മൂപ്പരെ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത്. അതേപോലെ തന്നെ വേറൊരു സിനിമ ഉണ്ടല്ലോ, എന്താണ് ആ സിനിമയുടെ പേരെന്താണ്, നിവിൻ പോളിയുടെ പ്രേമം. അതേപോലെ തന്നെ വേറൊരു സംഗതി ഉണ്ടല്ലോ, സിനിമയുടെ പേര് കിട്ടുന്നില്ല കേസ്. അപ്പോൾ നിവിൻ പോളിയൊക്കെ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇടയിലുള്ള ഒരാളായിട്ടാണ് എനിക്ക് നിവിൻ പോളിയുടെ സിനിമകൾ കാണുമ്പോൾ മനസ്സിലാവുന്നത്. അതായത് നമ്മുടെ ഇടയിലുള്ള ഒരു ചെക്കൻ, അടുത്ത വീട്ടിലൊരു ചെക്കൻ, അല്ലെങ്കിൽ എന്താ പറയുക നമ്മുടെ ഒരു കസിൻ എന്നുള്ളൊരു രീതിയിൽ മൂപ്പരുടെ കഥാപാത്രങ്ങൾ, മൂപ്പരെ അവതരിപ്പിക്കുന്ന കഥാപാത്രങ്ങൾ, മൂപ്പര അഭിനയ രീതിയൊക്കെ എനിക്ക് അങ്ങനെയാണ് കണക്ട് ചെയ്യൽ കേസ്. പൊതുവേ ആളുകൾക്ക് ഇങ്ങനെയുള്ള രീതിയിലായിരിക്കും കണക്ട് ചെയ്യുന്നതാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങളുടെ ഒരു അഭിപ്രായം പറയട്ടോ. നിവിൻ പോളിയുടെ സിനിമ കാണാൻ ഒരു പ്രത്യേക രസമാണ്. അതെന്താ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ പോയിട്ടുണ്ടെങ്കിൽ തല മറന്ന് ചിരിക്കുക എന്നുള്ളൊരു സംഗതിയല്ല. മൂപ്പരേതായ രീതിയിൽ വളരെ സട്ടിലായിട്ട് അവതരിപ്പിക്കുന്ന ചില സംഗതികളുണ്ട്, മൂപ്പർക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. അപ്പോൾ നിവിൻ പോളിനെ ഒരുപാട് മിസ് ചെയ്തിട്ടുള്ള, നിവിൻ പോളിയുടെ കഥാപാത്രങ്ങളെ വലിയ രീതിയിൽ മിസ് ചെയ്തിട്ടുള്ള ആളുകൾക്കുള്ള ഒരു വലിയ ഒരു സമ്മാനം തന്നെയാണ്, ന്യൂ ഇയർ സമ്മാനം തന്നെയാണ് നിവിൻ പോളിയുടെ സർവമായ എന്ന സിനിമയും, സർവമായ എന്ന സിനിമയിലെ മൂപ്പരുടെ പ്രകടനവും, സർവമായ എന്ന സിനിമയുടെ ബോക്സ് ഓഫീസ് ഈ ഒരു ഹിറ്റ് മേക്കിങ്ങും എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും ഒരു മലയാളി എന്ന രീതിയിൽ, നിവിൻ പോളി ഫാൻ എന്ന രീതിയിൽ എനിക്കത് ഒരുപാട് സന്തോഷം തരുന്ന ഒരു സംഗതിയാണ് കേസ്. എന്തായാലും ഇതപ്പോൾ ഞാൻ ഇന്നലെയാണ് കണ്ടത്, 10 ദിവസം കൊണ്ട് 100 കോടി ക്ലബ്ബിൽ ഇടം പിടിച്ചു നിവിൻ പോളിയുടെ സിനിമ എന്ന് പറയുന്നത്. അത് നിവിൻ പോളിക്ക് മാത്രം അർഹതപ്പെട്ട ഒരു സംഗതിയല്ല, അജു വർഗീസിനും എന്താ റിയ ഷിബു അല്ലേ അതിലെ ആക്ട്രസ്, ഹീറോയിനായിട്ട് വരുന്നത്, അവർക്കും അതിലെ സംവിധായകനും പ്രൊഡ്യൂസർക്കും ആ സിനിമയുമായി ബന്ധപ്പെട്ട് വർക്ക് ചെയ്തിട്ടുള്ള എല്ലാവർക്കും വളരെ സന്തോഷം തരുന്ന, വളരെ പ്രൗഡായിട്ടുള്ള ഒരു ഫീൽ തരുന്ന ഒരു സംഗതി തന്നെയാണ്. അപ്പോൾ എന്തായാലും നിവിൻ പോളി എവിടെ പോയി എന്ന് വിചാരിക്കുന്ന ആളുകൾക്ക് നിവിൻ പോളി ഇവിടെ തന്നെയുണ്ട് എന്ന് നമുക്ക് വളരെ അഭിമാനത്തോടു കൂടി, സന്തോഷത്തോടു കൂടി പറയാൻ പറ്റും ഗൈസ്. എന്തായാലും നിവിൻ പോളിയുടെ അടുത്ത സിനിമയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങളെപ്പോലെ ഞാനും കാത്തിരിക്കുകയാണ് ഗൈസ്. ആദ്യമായിട്ടാണ് ചാനൽ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്.